ഷെൽമി എന്നുള്ള പേര് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓഫർ ഉണ്ട്. അത് ഏതൊരു സർവീസ് ചെയ്താലും ഉണ്ട്. ഇത്രയും അധികം ട്രാവലിംഗിന്റെ ഇടയിൽ ഞാൻ ഈ ഹെയർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതുപോലെ ഹെയർ ഫോൾ ഇല്ലാണ്ടിരിക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്യണത്. ആദ്യം തന്നെ എൻ്റെ ഹെയർ കാണിച്ചു തരാം കേട്ടോ. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഹെയർ ആണ്. നല്ല അടിപൊളിയായിട്ട് ആ ഒരു സ്ട്രെയിറ്റും ആ ഒരു പ്രോട്ടീനൊക്കെ ആയിട്ടുള്ള ഒരു ഹെയർ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? പിന്നെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഭയങ്കര ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുക. ആദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, അത് കഴിഞ്ഞ് ഓരോ ദിവസം തോറും ഓരോരോ പുതിയ വേർഷൻസ് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ബോട്ടക്സ് ആയി, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോരോ സംഭവങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ എന്താണ്, അതാണ് ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്തിരിക്കുന്നത്. അതും ഒരു കെമിക്കൽ ഇല്ലാത്ത, നമുക്ക് സേഫാണ്, നമ്മുടെ ഹെയറിന് സേഫാണ്. അത്രയും നമുക്ക് അറിയണം. ഇനി എന്താണ് ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പൂജ ട്രെൻഡ്സിലത്തെ ഓണർ ഉണ്ട്. മാം വെൽക്കം. ഹായ്, ഹൗ ആർ യു? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായി. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഫേഷ്യൽ ഇല്ലേ, സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. കുറെ പേര് ചോദിച്ചു എന്നോട് ഇത് എവിടുന്നാണ്. അപ്പൊ വീഡിയോ ഞാൻ അയച്ചു കൊടുക്കും അവർക്ക്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് കെരാറ്റിൻ എന്ന് പറയുമ്പോൾ കെരാറ്റിൻ അല്ല, കെരാറ്റിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ നാനോപ്ലാസ്റ്റിയ. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, നമുക്ക് ഇരുന്ന് വിശാലായിട്ട് തന്നെ പറയാം. ഓക്കെ. അപ്പോൾ ഈ കെരാറ്റിൻ നമ്മൾ സാധാരണ ഹെയർ എന്നൊക്കെ പറയുമ്പോൾ ഹെയറിൽ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് വരുന്നത്. അപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ ഈ സ്മൂത്തനിങ് ഉണ്ടായിരുന്നു, സ്ട്രേറ്റ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടിയാണ് ചെയ്യാനായിട്ട്. അത് വിട്ടിട്ട് പിന്നെ വന്നത് ബോട്ടോക്സ്, അത് കഴിഞ്ഞിട്ട് കെരാറ്റിൻ, പിന്നെ കെരാറ്റിൻ കഴിഞ്ഞ് പുതിയൊരു വെർഷൻ എന്ന് പറഞ്ഞു. ഇപ്പൊ അതിനെന്താ പറഞ്ഞത്? നാനോപ്ലാസ്റ്റിയ. ഇപ്പൊ അഡ്വാൻസ്ഡ് കെരാറ്റിൻ ആണ് നാനോപ്ലാസ്റ്റിയ. ഇപ്പൊ നോർമലി കെരാറ്റിൻ ഒരു 30 വാഷ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു 60 വാഷോളം നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ചെയ്തിട്ട് ഹെയറിന് ആ ഒരു സ്ട്രെയിറ്റനിങ്ങിന്റെയും ആ ഷൈനിങ്ങിന്റെ എഫക്റ്റ് ഒക്കെ കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല പവർഫുൾ ആണ്, റിസൾട്ടും ഉണ്ട്. ഇനിയിപ്പോ ഈ സ്ട്രെയിറ്റനിങ് അതുപോലെ സ്മൂത്തനിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ ഈ ഒരു ബോട്ടക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രോട്ടീൻ തരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് കെരാറ്റിൻ, അതൊന്നുകൂടി അഡ്വാൻസ്ഡ് ആയതാണ് ഇപ്പൊ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റ്. അതെ. അപ്പൊ അതിലത്തെ പ്രോസസ്സിങ് എന്തൊക്കെയാണ്, അതിൽ എന്താണ് നമുക്ക് ബെനിഫിറ്റ്? അതിൽ ബെനിഫിറ്റ് മീൻസ് ഇപ്പം നമ്മൾ സ്ട്രെയിറ്റനിങ്ങും നിറയെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടും കളറിങ് ചെയ്തിട്ടും കുട്ടികൾക്ക് ഹെയർ നന്നായിട്ട് ഡാമേജ് ആവും, അതുപോലെ തന്നെ ഫ്രിസി ആവുമല്ലോ. അപ്പോൾ അതിൽ വന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആവും, ഷൈനിങ് ആവും. കെരാറ്റിൻ ഹെയറിന് വീണ്ടും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യലായിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഹെയറിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്രിസിനെസ് മെയിനായിട്ട് പോയിട്ട് നല്ല സ്മൂത്ത് ആവും. ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മള് സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് എന്ന് പറയുമ്പോൾ അതിന്റെ ബോണ്ട് പൊട്ടിച്ചിട്ടാണ് ശരി. ഇതിൽ വന്നിട്ട് ബോണ്ട് പൊട്ടില്ല, നമുക്ക് വന്നിട്ട് ഇതിനെ വന്നിട്ട് ഒരു പ്രോട്ടീൻ കൊടുക്കാണ്. ആ പ്രോട്ടീൻ കൊടുക്കുന്നത് നിമിത്തമായിട്ട് തന്നെ അതിന് വന്നിട്ട് ഷൈനിങ്ങും കുറച്ച് ഹെൽത്തും നന്നായിട്ട് അതിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ബോട്ടോക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിന്റെ ബോണ്ട് പൊട്ടിച്ച് അത് ഡാമേജ് ആക്കാൻ, സ്ട്രെയിറ്റനിങ് അത് നമുക്ക് ബോണ്ട് പൊട്ടിച്ചിട്ട് അതിന്റെ നമ്മുടെ ഹെയർ ഡാമേജ് ആക്കാൻ ചെയ്യണം. സാധാരണ ഇപ്പൊ ഞാൻ പറയുമ്പോൾ എനിക്ക് ഡെയിലി ട്രാവൽ ചെയ്യണോണ്ട് നമ്മുടെ ഹെയർ എന്നൊക്കെ പറയുമ്പോൾ അത്രയും പ്രോട്ടീൻ വേണം. അത് നമുക്ക് ഹെയർ ഓയിൽ ചെയ്തിട്ടായാലും അല്ലെങ്കിൽ മാസ്ക് അപ്ലൈ ചെയ്ത് ഡെയിലി അതിന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ ഒരു നാച്ചുറൽ വേ ആണ് ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് ഇതിന്റെ ഹെയർ വാഷ് ചെയ്തിട്ട്? ഇത് വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലെൻസ് ചെയ്യണു, ഹെയറിനെ നന്നായിട്ട് വാഷ് ചെയ്യണു. ദെൻ ഒരു 60% വെറ്റിൽ തന്നെ നമ്മൾ ക്രീം അപ്ലിക്കേഷൻ ചെയ്യുന്നു, ഡാബ് അപ്ലിക്കേഷൻ ചെയ്യുന്നു. ദെൻ ഒരു 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ബ്ലോ ഡ്രൈ, ദെൻ ബ്ലാസ്റ്റ് ഡ്രൈ, ദെൻ അയണിങ്. അപ്പൊ ഈ അയണിങ് എന്ന് പറയുമ്പോൾ ഓരോരോ മുടിക്കും 15-25 ടൈംസ് അയണിങ് കൊടുത്തിട്ട് പിന്നെ ഒരു 10 മിനിറ്റ്സ് വന്നിട്ട് അതിന്റെ ഹീറ്റൊക്കെ മാറി നോർമൽ ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ദെൻ വാഷിംഗ്. ഇത് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ, പക്ഷെ പ്രോസസ്സിംഗ് ഒരു മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ഒരു പ്രോസസ്സിംഗ് ആണ്. അത് നമുക്ക് ആ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾക്ക് സാധാരണ പറയുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വേയില് നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എൻജോയ്മെന്റിനോട് കൂടിയിട്ട് ആ ഒരു സമയം പോണതേ അറിയണില്ല. അപ്പൊ അങ്ങനെ ഏത് ഹെയർ വേണമെങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ്
ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കെരാറ്റിൻ്റെ അഡ്വാൻസ് വെർഷൻ ആണ്. ഇനി ഇത് എത്ര നാളെടുക്കണം, എത്ര ഡേ കഴിഞ്ഞിട്ടാണ് നമുക്കെന്ന് വെച്ചാൽ? ഇതിപ്പോൾ നമുക്ക് റിപ്പീറ്റേഷൻ വേണം എന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ നിറയെ കണ്ടിന്യൂസ് വാഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് കുറയും. ഞാൻ പറഞ്ഞ പോലെ 60 വാഷാണ് ഇതിന് നമ്മൾ പറയണത്. പക്ഷെ അതിൽ കൂടുതൽ നമ്മൾക്ക് കിട്ടും. പ്രോട്ടീൻ സ്പാ ഒക്കെ കറക്റ്റ് മന്ത്ലി എടുക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ കിട്ടും. ദെൻ ഇപ്പോൾ നമ്മൾ ഡെയിലി വാഷ് ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ നമുക്ക് റീടച്ച് വേണമെങ്കിൽ റീ അപ്ലിക്കേഷൻ വേണമെങ്കിൽ വീണ്ടും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ മന്ത്ലി നമുക്ക് സ്പാ സ്പാ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ റിസൾട്ട് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്തിട്ട് നിൽക്കും. അപ്പൊ ഈ 60 വാഷ് എന്നുള്ളത് ചിലപ്പോ ഒരു 10 വർഷം കൂടി കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെ ഇപ്പൊ നമ്മളിപ്പോ ഡെയിലി വാഷ് ചെയ്യണമെന്ന് പറയില്ല, 2-3 ഡേയ്സ് ഗ്യാപ്പ് ഇട്ടിട്ടാണെങ്കിൽ വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്യുന്ന ടൈമിൽ ഷാമ്പൂ വിത്ത് മാസ്ക് ഇട്ടിട്ട് വാഷ് ചെയ്യാൻ പറ്റും. കണ്ടീഷണർ അല്ല, മാസ്ക് ആണ് നമ്മൾ പറയുന്നത്. മാസ്ക് കുറച്ചും കൂടി എഫക്റ്റ് ആണ് നമുക്ക്. അതെ, പണ്ടൊക്കെ നമുക്ക് കണ്ടീഷണർ ആണ് പറയാറ്. പക്ഷെ കണ്ടീഷണറിനേക്കാളും കൂടുതൽ എഫക്റ്റ് എന്ന് പറഞ്ഞത് മാസ്ക് ആയിരിക്കും. ഇനിയിപ്പോ ഈ കെരാറ്റിൻ എന്ന് പറയുമ്പോൾ അതിൽ ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ യൂസ്? ഇപ്പൊ നമ്മൾ വന്നിട്ട് കെരാറ്റിൻ അല്ല, നാനോപ്ലാസ്റ്റിക് നമ്മൾ പുതിയ വെർഷൻ ആയതുകൊണ്ട് നമ്മൾ കെരാറ്റിൻ എന്ന് പറയുന്നു. അപ്പൊ അതില് നമ്മൾ ഫ്ലോറാക്റ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം നാനോപ്ലാസ്റ്റിൽ വെച്ച് ബെസ്റ്റ് പ്രോഡക്റ്റ്, നല്ലൊരു ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ്. അപ്പൊ ഞാൻ ബ്രാൻഡഡ് ഐറ്റം ആണെന്ന് പറയുമ്പോ പിന്നെ ഇവിടുത്തെ ഇന്റീരിയർ വർക്കൊക്കെ കാണുമ്പോ ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും, ഇത് റേറ്റ് കൂടോ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ നമ്മൾ വന്നിട്ട് ഓഫറും വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഓഫ് സീസണിൽ നമ്മൾ ഓഫർ വെച്ചിട്ടുണ്ട്. ഓഫർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ ചാനൽ കണ്ടു വന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഓഫർ, അല്ലെ? അതെ ശരിക്കും. ഷെൽമി എന്നുള്ള പേര് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓഫർ ഉണ്ട്. അത് ഏതൊരു സർവീസ് ചെയ്താലും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ എൻ്റെ ഹെയറിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു, അതുപോലെ തന്നെ നമുക്ക് ഫേസിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു, എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് ഏതൊരു ട്രീറ്റ്മെന്റ് ചെയ്യാം. പിന്നെ ഇവിടെ എന്തൊക്കെ വേറെ സർവീസസ് ഉണ്ട്? വേറെ സർവീസസ് നെയിൽ എക്സ്റ്റൻഷൻ ഉണ്ട്, പിന്നെ മൈക്രോ ഷെയ്ഡിങ് ഉണ്ട്, പിന്നെ ലാഷസ് എക്സ്റ്റൻഷൻ ഉണ്ട്, ഹൈഡ്രാ ഫേഷ്യൽ, ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരുവിധം എല്ലാതും, എയർ ബ്രഷ് മേക്കപ്പ്, HD അതൊക്കെ വരുന്നത്. ഇതിലൊക്കെ ഡീറ്റെയിൽ വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ മാം എന്ന് പറയുമ്പോൾ അടിപൊളി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അതില് നല്ല ലോങ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള, വാട്ടർ പ്രൂഫ് തന്നെയാണ് ഇപ്പോഴത്തെ മേക്കപ്പുകൾ എല്ലാതും വാട്ടർ പ്രൂഫ് തന്നെയാണ്. HD വരെ ഇപ്പൊ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന എയർ ബ്രഷ് ആണ് കൂടുതൽ പേര് ചെയ്യുന്നത്. എയർ ബ്രഷ് തന്നെയാണ് ഇപ്പൊ നമുക്ക് കൂടുതൽ വരുന്ന എൻക്വയറീസും അങ്ങനെ തന്നെ. ഇനിയിപ്പോ ഈ ഹെയറിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫേസിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വേണം വരണം. മാം നല്ല തിരക്ക് ഉള്ള ഒരു സമയത്ത് ഇപ്പോഴും നമ്മൾ ലേറ്റ് നൈറ്റ് ഒക്കെ നമ്മൾ ആര് വന്നാലും ആ ഒരു ട്രീറ്റ്മെന്റ് കഴിയാണ്ട് എന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് ആക്കില്ല. ഇപ്പൊ 8 മണി വരെയാണ് സമയം. 8 മണി വരെയല്ലേ? നമുക്ക് 8 o'clock വരെയാണ് ടൈം. പക്ഷെ നമുക്ക് ക്ലയന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10:30 ഒക്കെ ആവും ക്ലോസിംഗ് ടൈം. എന്നുവെച്ചാൽ ആ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് 8 മണി ആയിട്ടോ വേഗം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് വിടല്ല, വേഗം ഫിനിഷ് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇവിടുത്തെ സർവീസ് അതാ ഞാൻ പറഞ്ഞത് ബെസ്റ്റാന്നാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അത് കറക്റ്റ് ആ ഒരു പ്രോസസ്സിങ്ങിൽ ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടുന്ന് പൊട്ടി പോകുള്ളവര്. അപ്പൊ ഷോപ്പിന്റെ സമയം 10 o'clock തൊട്ട് നമുക്ക് സലൂൺ ടൈം 10 to 8 ആണ്. 8 ആണ്. പിന്നെ ബ്രൈഡൽ മേക്കപ്പിന്റെ ഉണ്ട്, അതൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ വന്നിട്ടായാലും ചെയ്തു. ഹോം സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. ഇപ്പം ലോങ് ഒക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്യാൻ അവർക്ക് പറ്റില്ലല്ലോ, അപ്പൊ നമ്മൾ ഹോം സർവീസ്. അത് ഈ ഹോം സർവീസ് എന്ന് പറയുന്നത് മേക്കപ്പിൽ മാത്രമാണ്? മേക്കപ്പ് മാത്രമാണ്. പിന്നെ ഹെയറിന്റെയും ഫേസിന്റെയും അതൊക്കെ നമ്മൾ സലൂണിൽ വരണം. കാരണം മിഷനറീസും എല്ലാതും നമുക്ക് ഇവിടെ തന്നെയല്ലേ ഉള്ളൂ. അതെ, അത് ഓരോരോ ഇപ്പൊ ഹൈഡ്രാ ഫേഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ അതിലെ മാസ്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അതൊക്കെ എടുത്ത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നല്ല. എനിക്ക് സർവീസിനേക്കാളും ഉപരിമായി എന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്ത ഒരു പൈസയ്ക്ക് അതിനുള്ള ഒരു വാല്യൂ ഉണ്ട്. അതിൻ്റെ ആ ഒരു റിസൾട്ട് നന്നായിട്ട് നമുക്ക് നമ്മുടെ ഹെയറിൽ കാണാനുണ്ട്. പിന്നെ എന്താ പറയുക, ബിസി ലൈഫ് നമുക്ക് എന്താ പറയുക, വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കൂടുതൽ ടൈം കിട്ടും. ബിസി ലൈഫുള്ള ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് വർത്തിയാണ്. അതുപോലെ ഹെയറിന് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. ഞാൻ എപ്പോഴും പിന്നെ ഹെയർ ഫോൾ അതെനിക്ക് പറയേണ്ട കാര്യമാണ്. കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റ് ചെയ്ത് ചോദിച്ചവരുണ്ട്, ചേച്ചി ഇങ്ങനെ ചെയ്യുമ്പോൾ ഹെയർ ഫോൾ വരാറുണ്ട്, ഹെയർ ഫോൾ എത്രത്തോളം പോവും, നമുക്ക് അതുപോലെ പണ്ടത്തെ ഹെയർ നമുക്ക് തിരിച്ച് കിട്ടുമോ, അങ്ങനത്തെ സംശയങ്ങളുണ്ട്. അതിനെ കുറിച്ച് ഇതിപ്പോൾ കെരാറ്റിൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഒരിക്കലും ബോണ്ട് പൊട്ടാത്ത കാരണം തന്നെ നമ്മുടെ നാച്ചുറൽ നമ്മളെ ഹെയർ എങ്ങനെയായിരുന്നു, പക്ഷെ നല്ല കേളി ഹെയർ ആണെങ്കിൽ അത് വന്നിട്ട് നല്ലൊരു നാച്ചുറൽ ലുക്കിലേക്ക് വരും. ബട്ട് വന്നിട്ട്
ഫുൾ അത് സ്ട്രെയിറ്റ് ആവില്ല, മനസ്സിലായോ? അപ്പോൾ ഓരോ വാഷിങ് കഴിയുന്നതോറും നമ്മുടെ പഴയ ടെക്സ്ചറിലേക്ക് പോയാലും കൂടിയിട്ട് സോഫ്റ്റ് ആയിരിക്കും ഹെയർ, ഹാർഡാവില്ല. പിന്നെ അത് മാത്രമല്ല ഇത് വന്നിട്ട് ബോണ്ട് പൊട്ടിക്കാത്തത് കൊണ്ടും പിന്നെ പ്രോട്ടീൻ ആണല്ലോ നമ്മൾ ഹെയറിന് കൊടുക്കുന്നത്, കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഹെയർ ഫോളിന് ചാൻസസ് ഭയങ്കര കുറവാണ്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് വന്നിട്ട് നമ്മുടെ ഹെയർ വന്നിട്ട് എത്ര ഫ്രിഡ്ജ് ചെയ്യണം നമ്മുടെ കൺട്രോളിൽ അത് നിൽക്കും. പിന്നെ നമുക്ക് ഇപ്പോൾ ഹെയറിൽ നമുക്ക് ഉള്ള ഹെയറിനെ ഭംഗിയാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളിവിടുത്തെ വരുന്ന ഡ്യൂട്ടി. ദെൻ നിങ്ങൾ പോകുമ്പോൾ ഇൻടേക്ക്, ഇപ്പോൾ നമുക്കൊരു 30 എബോവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇൻടേക്കും കൂടി പറഞ്ഞു കൊടുക്കും. ബയോട്ടിൻ ടാബ്ലറ്റ് പറഞ്ഞു കൊടുക്കും. ചിലർക്ക് വന്നിട്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടും ഹെയർ ഫോൾ വരാം, അല്ലാണ്ട് ഇത് ചെയ്തുകൊണ്ടല്ല വരുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വെള്ളം നന്നായിട്ട് കുടിക്കുക, ബയോട്ടിൻ ടാബ്ലറ്റ് എടുക്കുക, ഒരു എഗ്ഗ് വെച്ചിട്ട് ഡെയിലി കഴിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ടിപ്സ് ഇവിടുന്ന് കൊടുക്കുന്നതാണ് അവരെ ഹെയർ കണ്ടിട്ട്. അതുപോലെ ഇപ്പൊ നമ്മളിവിടുന്ന് ഈ ഒരു ട്രീറ്റ്മെന്റ് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഏത് തരം ഷാമ്പു യൂസ് ചെയ്യണം? അല്ലെങ്കിൽ അപ്പോൾ അതിനുള്ള ഷാമ്പു ഓരോരുത്തർ ഹെയറിനനുസരിച്ചുള്ള ഷാമ്പു അത് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തർ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നന്നായി കേളി ഹെയർ ആയിരുന്നു. അതിലാണ് നമ്മൾ 2 കൊല്ലമായിട്ട് ഈ ഒരു ബോട്ടോക്സ് ആദ്യം ഫസ്റ്റ് ചെയ്തു. പക്ഷെ അതിൽ നിന്നും ഭയങ്കര ഹെയർ ഫോൾ എനിക്കുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ കെരാറ്റിനിലേക്ക് മാറി. അപ്പോൾ അതിൽ നിന്നും ചെറുതായിട്ട് ഇങ്ങനെ ഹെയർ ഫോൾ വന്ന് തുടങ്ങി. പിന്നെ നമ്മൾ ഈ ഒരു അഡ്വാൻസ് വെർഷനിലേക്ക് വന്ന് തുടങ്ങി. ഇപ്പം സാധാരണ എന്ന് പറയുമ്പോൾ നമുക്ക് സലൂൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമുക്കൊന്ന് അയണിങ് ചെയ്യുമ്പോൾ തന്നെ അടിയിൽ കാണും നിറയെ മുടി. പക്ഷെ എനിക്ക് ഇവിടെ അത് വന്നപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടായില്ല. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിക്കണ്ടായിരുന്നത്, മുടി കൊഴിഞ്ഞ, മുടി കിട്ടിയാ, മുടി പൊട്ടിപ്പോയോ. ആ ഒരു കാര്യത്തിൽ ഭയങ്കര സമാധാനം. കാരണം ഹെയർ ഫോൾ എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് പിന്നെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഹെയർ ഓയിൽ നമുക്ക് യൂസ് ചെയ്ത് കുളിക്കുക. ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ പറയുന്നത് ഹെയറിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടെന്ന് തന്നെ പറയുള്ളൂ. കാരണം ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ അത് വന്നിട്ട് ഹെയർ വന്നിട്ട് അതിൻ്റെ ഒരു സിൽക്ക്നെസ് പെട്ടെന്ന് പോവും, പെട്ടെന്ന് ഫ്രിസി ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് റിസൾട്ട് കുറയും. സോ നമുക്ക് അത്രയും ഓയിൽ തേക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ ആഫ്റ്റർ 3 വീക്സിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഓൺലി സ്കാൽപ്പിൽ ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയണം. നോർമൽ ഷാംപൂ വിത്ത് മാസ്ക് വെച്ചിട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഷാംപൂ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഹെയറിന്റെ എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും കമന്റ്സ് കാര്യങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞ് അറിയിക്കുക. അപ്പൊ അതിന് പൂജ മാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ ഡൗട്ട് കാര്യം പിന്നെ ഇത് ഒക്കെ ചെയ്തത് എവിടെയാണ് അത് അറിയണ്ടേ നമുക്ക്. ഇത് നമ്മുടെ തൃപ്പ്യാർ നാട്ടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തൃശ്ശൂരുള്ള തൃപ്പ്യാർ, അവിടെ നാട്ടിക ഹൈവേയിൽ തന്നെയാണല്ലേ? ഹൈവേയിൽ തന്നെയാണ്, അടുത്ത് തന്നെയാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ്. പിന്നെ ഇവിടുത്തെ ഇന്റീരിയർ, ഇവിടുത്തെ ആംബിയൻസ് ജസ്റ്റ് സൂപ്പർ. ഇതൊക്കെ ആരാണ് ചൂസ് ചെയ്തത്? ഇത് ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിനകത്ത്, ഭയങ്കര ഒരു ആന്റിക് ആ ഒരു അതില് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെയാണ്. പിന്നെ അത് തന്നെ സലൂൺ ആണെന്ന് തോന്നരുത്, കുറച്ചൊരു ഹോംലി എഫക്ട്. ഞാൻ അതിന് പറയാൻ വന്നത് എനിക്ക് വന്നപ്പോ ആ ഒരു ഫീലാണ് തോന്നിയത്. നമ്മള് ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ സലൂണിൽ വരുമ്പോ ആ ഒരു സ്റ്റാൻഡേർഡ് ഭയങ്കര ഒരു തലക്കണം പിടിച്ചിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല. ഈ സർവീസിന്റെ കാര്യത്തിലായാലും എല്ലാ സ്റ്റാഫ്സും നമ്മളോട് നല്ല ഹോംലി രീതിയിലാണ്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വന്നിരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക് തോന്നിയത്. അതിന് നമ്മുടെ സ്റ്റാഫുകാരോടൊക്കെ ഒരു ഹായ് ബൈ ഒക്കെ പറയണമെന്നുണ്ട്. പക്ഷെ എല്ലാവരും വേറെ കസ്റ്റമറുടെ അടുത്ത് തിരക്കിലാണ്. അപ്പൊ ഇനി അവരെപ്പോഴെങ്കിലും ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹെയറിനെ കുറിച്ചിട്ടുള്ള കുറെ ഡൗട്ട്സ്. അല്ല ഇനി ഉണ്ടെങ്കിൽ അവർക്ക് റിപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കേണ്ട, ആ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇനി സലൂണിന്റെ പേര് അറിയണ്ടേ? ഈ മാമിന്റെ പേര് തന്നെയാണ് കേട്ടോ. പേര് പറയൂ. പൂജ ആണ് പേര്. പൂജാസ് ട്രെൻഡ് എന്നാണ് ഈ ഒരു സലൂണിന്റെ പേര്. മേക്കപ്പ് സ്റ്റുഡിയോ, മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ ആൻഡ് സലൂൺ. ഹെയർ ആൻഡ് സ്കിൻ രണ്ടിനും. ആ സ്കിന്നൊക്കെ കിടക്കണം. ഒന്ന് ക്യാമറയിലൊന്ന് ഫോക്കസ് ചെയ്തിട്ടോ, മുഖം കാണിക്കട്ടെ. ഇങ്ങനെ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഹെയറിന്റെ നമ്മൾ ചെയ്ത ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പൊ ഇതുപോലെ ഇനിയും നമുക്ക് നെയിൽ ആർട്ടിന്റെയും അതുപോലെ തന്നെ ഷെയ്ഡിന്റെയും ഇതിനൊക്കെ സെപ്പറേറ്റ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കേട്ടോ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.